ഹലോ കൂട്ടുകാരെ. അങ്ങനെ മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലേന്ദ്രൻ വൈജയന്തിയുടെ ഭൂതകാലം അന്വേഷിച്ച് പോവാണ് കേട്ടോ. നേരെ പോകുന്നത് നീലഗിരിയിലേക്കാണ്. അവിടെയാണ് വൈജയന്തിയുടെ മൂത്ത സഹോദരനായ ഗംഗാധര മേനോൻ താമസിക്കുന്നത്. അദ്ദേഹം മുമ്പ് മിലിറ്ററിയിലായിരുന്നു, ഇപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫ് ആസ്വദിക്കുകയാണ് കേട്ടോ. അങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് കേട്ടോ ബാലേന്ദ്രൻ അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. ബാലേന്ദ്രൻ്റെ സംസാരവും ബോഡി ലാംഗ്വേജൊക്കെ കണ്ടപ്പോൾ ഗംഗാധര മേനോന് മനസ്സിലായി കേട്ടോ ബാലേന്ദ്രൻ വല്ലാത്തൊരു ഫ്രസ്ട്രേഷനിലാണെന്ന്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ബാലേന്ദ്രനും ഗംഗാധര മേനോനും കണ്ടുമുട്ടുന്നത്. ഗംഗാധര മേനോനാണെങ്കിൽ ബാലേന്ദ്രനോട് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു ഉത്തരം കൊടുക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ബാലേന്ദ്രൻ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ചേട്ടാ എനിക്ക് വേണ്ടത് ഉത്തരങ്ങളാണ്, എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അത് മാത്രം എനിക്ക് തന്നാൽ മതി. ഇതൊക്കെ കേൾക്കുമ്പോൾ ഗംഗാധരന് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എന്തോ സീരിയസ് ഇഷ്യൂ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാലേന്ദ്രൻ വന്നിരിക്കുന്നത്. അങ്ങനെ ബാലേന്ദ്രൻ പറഞ്ഞ അനുസരിച്ച് അവരൊരു ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്. അവിടെ വെച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാമെന്നാണ് കേട്ടോ ബാലേന്ദ്രൻ പറഞ്ഞത്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഗംഗേട്ടാ എനിക്കൊരൊറ്റ ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് എനിക്ക് വേണ്ടത്. ഈ സമയം വൈജയന്തി ആണെങ്കിൽ ബാലേന്ദ്രൻ എങ്ങോട്ട് പോയെന്നറിയാണ്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. അറിയാവുന്നവരോടൊക്കെ വിളിച്ചന്വേഷിക്കുന്നുണ്ട് കേട്ടോ വൈജയന്തി ബാലേന്ദ്രൻ അവിടെ എത്തിയോ എന്നൊക്കെ. വൈജയന്തിക്കും വല്ലാത്തൊരു പേടി തോന്നുന്നുണ്ട് കേട്ടോ, ഇനി ബാലേന്ദ്രൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ. അലീനെ ആകെ ടെൻഷനിലായിരിക്കും കേട്ടോ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്തിനാടി മോളെ നീ ഇത്രയധികം ടെൻഷൻ അടിക്കുന്നത്? അവൻ വല്ല ബിസിനസ് ആവശ്യത്തിനും പോയതായിരിക്കുന്നേ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അങ്ങനെയല്ല മുത്തശ്ശി, പതിവ് പോലെയല്ല പോയിരിക്കുന്നത്, എന്തോ കുഴപ്പമുള്ളതുപോലെ തോന്നുന്നുണ്ട്, ഇനി സാറിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമോ? ഇതൊക്കെ കേൾക്കുമ്പോൾ മുത്തശ്ശി ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി വിചാരിക്കുന്നത് വൈജയന്തിയും ബാലേന്ദ്രനും എന്നും വഴക്കാണല്ലോ, അപ്പോൾ എന്തെങ്കിലും മനോവിഷമം കാരണം പുറപ്പെട്ടു പോയത് അങ്ങനെ ആവുമോ എന്നാണ് മുത്തശ്ശി വിചാരിക്കുന്നത്. അലീനയ്ക്ക് പക്ഷേ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാലേന്ദ്രൻ ഗംഗാധര മേനോനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ചേട്ടാ എൻ്റെ ചോദ്യം ഇതാണ്, 10-22 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പെങ്ങൾ, അതായത് എൻ്റെ ഭാര്യ വൈജയന്തി, ഞങ്ങളുടെ വിവാഹത്തിന് മുമ്പ് ഒരു പെൺകുട്ടിയെ പ്രസവിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഇത് കേൾക്കുമ്പോൾ ഗംഗാധര മേനോൻ ആദ്യം ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. 10-22 വർഷങ്ങൾക്ക് മുമ്പ് കുഴിച്ചു മൂടിയ സത്യങ്ങൾ ബാലേന്ദ്രൻ എങ്ങനെ കണ്ടെത്തി എന്നുള്ളതാണ് കേട്ടോ ഗംഗാധര മേനോനെ അതിശയിപ്പിച്ച കാര്യം. ഗംഗാധര മേനോൻ്റെ മൗനം കാണുമ്പോൾ ബാലേന്ദ്രൻ വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ, ഗംഗേട്ടൻ എൻ്റെ ചോദ്യം മനസ്സിലായില്ലെന്നുണ്ടോ? ഒന്നുകൂടി വ്യക്തമാക്കണോ? അപ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട് കേട്ടോ, അത് ബാലേന്ദ്ര. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് വിശദീകരണമല്ല ചേട്ടാ വേണ്ടത്, ഞാൻ ചോദിച്ച കാര്യം സത്യമാണോ അല്ലയോ എന്ന് മാത്രം ചേട്ടൻ പറഞ്ഞാൽ മതി. അപ്പോഴും ഗംഗാധര മേനോനൊന്നും സംസാരിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഗംഗേട്ടാ ഞാൻ എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പടി കടന്നിട്ടാണ് നിൽക്കുന്നത്, എനിക്കിതിനൊരു ഉത്തരം കിട്ടിയേ തീരൂ. അപ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട് കേട്ടോ, അത് ബാലേന്ദ്ര, ഇനി നിന്നോടൊന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി, നീ എന്തൊക്കെയോ സത്യങ്ങൾ അറിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്, നീ കേട്ടതൊക്കെ സത്യമാണ്. വൈജയന്തിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയായിരുന്നു, ഇനി അതൊക്കെ കുഴിച്ചു നോക്കേണ്ട കാര്യമുണ്ടോ? വർഷം 10-22 കഴിഞ്ഞില്ലേ, നിങ്ങൾക്കിപ്പോൾ ഒരു കുടുംബമുണ്ട്, ഇനിയിപ്പോൾ പഴയതൊക്കെ വലിച്ചിട്ട് നിങ്ങളുടെ കുടുംബം തകർക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ്റെ നിയന്ത്രണം ആകെ വിടുകയാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, 10-22 വർഷത്തോളം ഒരു കുടുംബം മുഴുവൻ എന്നെ ചതിക്കുകയായിരുന്നല്ലേ, ഇത്രയും വലിയ ചതി എന്നോട് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു ഗംഗേട്ടാ? വൈജയന്തിയെ ഇഷ്ടപ്പെട്ടു പോയെന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അതിന് ഇത്രയും വലിയ ശിക്ഷയോ? ഇനി എനിക്കൊരിക്കലും പഴയ ബാലേന്ദ്രനാവാൻ സാധിക്കില്ല. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട് കേട്ടോ, ബാലേന്ദ്ര നീ ഇത് ക്ഷമിക്കണം, ക്ഷമിച്ചേ പറ്റൂ, നിനക്കിപ്പോൾ ഒരു കുടുംബമുണ്ട്, 3 മക്കളുണ്ട്, നിങ്ങളെ ജീവിതം മുന്നോട്ട് കിടക്കല്ലേ, ഈ പഴയ കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ കുടുംബജീവിതം തകർക്കരുത്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, നിങ്ങളെല്ലാവരും ചതിയന്മാരാണ്, നിങ്ങളെല്ലാവരും കൂടി എന്നെ ചതിച്ചു, നിങ്ങളോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല, വൈജയന്തിയോട് ഒരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല ഞാൻ. ഇത്രയും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഗംഗാധര മേനോനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് കേട്ടോ. വീട്ടിലെത്തിയ ആൾ ഭാര്യയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭാര്യ ചോദിക്കുന്നുണ്ട്, എങ്ങനെയായിരിക്കും ബാലേന്ദ്രൻ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞത്? അപ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല, പക്ഷേ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ബാലേന്ദ്രൻ്റെ വരവ്. അങ്ങനെയുള്ള ഒരാളുടെ മുൻപിൽ നുണ പറഞ്ഞു നിന്നിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞത്. അപ്പോൾ ഭാര്യ പറയുന്നുണ്ട്, ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ബാലേന്ദ്രൻ സത്യം അറിഞ്ഞതിനെക്കുറിച്ച് ഓർത്തിട്ടല്ല, ബാലേന്ദ്രൻ സത്യം അറിഞ്ഞു എന്ന് വൈജയന്തി അറിയുമ്പോഴുള്ള കാര്യം ആലോചിച്ചിട്ടാണ് എനിക്ക് പേടിയാവുന്നത്. അപ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. ബാലേന്ദ്രനാണെങ്കിൽ അവിടെ നിന്ന് നേരിട്ട് പോകുന്നത് ബാറിലേക്കാണ് കേട്ടോ. അവിടെ പോയി കുടിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ എന്നിട്ടും ബാലേന്ദ്രൻ്റെ ദേഷ്യമൊന്നും അടങ്ങുന്നില്ല.
അപ്പോൾ അവിടെ ഉള്ള ടേബിളിലുള്ള ഗ്ലാസ്സൊക്കെ വലിച്ചെറിയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. പിന്നെ കാണിക്കുന്നത് വൈജയന്തിനെയാണ് കേട്ടോ. ബാലേന്ദ്രനെ കുറിച്ച് യാതൊരു അറിവും കിട്ടാത്തതുകൊണ്ട് വൈജയന്തി നേരിട്ട് അന്വേഷിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് വൈജയന്തി. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്. പ്രമോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ ഈ റിവ്യൂ പറഞ്ഞിരിക്കുന്നത്. ഇതിന്ന് ചിലപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്